എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ആദർശശുദ്ധിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പാരമ്പര്യവും ഉൾക്കൊണ്ട നേതാക്കന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള സാറ്. അദ്ദേഹം പാർട്ടിക്ക് രാശിയുള്ള ഒരു പ്രസിഡൻ്റായിരുന്നു. ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും പാർട്ടി ജയിക്കത്തക്ക രീതിയിൽ നേതൃത്വം കൊടുത്ത രാശിയുള്ള ഒരു പ്രസിഡൻ്റായിരുന്നു. നമസ്കാരം. കോൺഗ്രസ് നേതാവായ തെന്നല ബാലകൃഷ്ണപിള്ള മരണപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ KPCCയിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പൊതുദർശനത്തിനായി വയ്ക്കുകയാണ്. നിരവധി പ്രമുഖ നേതാക്കളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആലപ്പുഴ DCC പ്രസിഡന്റാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തെ? ഞാൻ എൻ്റെ KSU കാലം മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മബന്ധവും അതുപോലെ തന്നെ സംഘടനാപരമായ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. കോൺഗ്രസ്സിലെ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ആദർശശുദ്ധിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പാരമ്പര്യവും ഉൾക്കൊണ്ട നേതാക്കന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള സാറ്. സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റ് മുതൽ തുടങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഏത് സംഘടനാപരമായ പ്രതിസന്ധികൾ വന്നാലും അത് ഏത് തലത്തിലാണെങ്കിലും അതിനെ എങ്ങനെ സമീപിക്കണമെന്നും എങ്ങനെ പരിഹരിക്കണമെന്നുള്ള ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു അനുഭവജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ഈ സംഘടനയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ KPCCയുടെ പ്രസിഡൻ്റ് ആകുന്നത് തന്നെ ഏറ്റവും വളരെ സങ്കീർണമായി പാർട്ടിയുടെ അകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു കാലത്താണ്. അദ്ദേഹത്തെ ഹൈക്കമാൻഡ് പ്രസിഡൻ്റായി തീരുമാനിച്ചതിലൂടെ കേരളത്തിലെ കോൺഗ്രസ്സിലെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എല്ലാ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുകയും അതിനുശേഷം അഭിമുഖീകരിച്ച 2001 തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടി അധികാരത്തിൽ വരാൻ കഴിയത്തക്ക രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ നേതൃപാടവം, അത് അദ്ദേഹം ഒരു വലിയ ഹൈ പ്രൊഫൈൽ നേതാവൊന്നും ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ അനുഭവജ്ഞാനവും നേതൃപാടവും ഈ പാർട്ടിക്ക് വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നൽകിയ സംഭാവനകൾ അതൊരിക്കലും ഞങ്ങളെപ്പോലെയുള്ള അദ്ദേഹത്തിന് ശേഷം വന്ന തലമുറയിൽപ്പെട്ട യുവതലമുറയിൽപ്പെട്ട ആളുകൾക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഏത് വ്യക്തിയോടും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ സ്ഥാനം എത്ര ആൾക്കൂട്ടത്തിൽ വെച്ചാണെങ്കിലും ശരി, ഏത് വിദ്യാർത്ഥി നേതാവാണേലും യുവജന നേതാവാണേലും അവരെ എപ്പോഴും പ്രചോദിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു അദ്ദേഹം വലിയ സംസാരപ്രിയനൊന്നും അല്ലായിരുന്നെങ്കിലും ശരി, ഏതൊരു നേതാവിനെയും യുവജന നേതാവിനെയും പ്രചോദിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു. അത് അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിട്ട് KPCCയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കുന്ന സമയത്താണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക്, യൂത്ത് കോൺഗ്രസിലും KSUവിലൂടെ വന്നിരിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള പ്രോത്സാഹനം, അദ്ദേഹവുമായുള്ള മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജാഥ നടന്നു. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഒരു ജാഥ അദ്ദേഹം നടത്തിയായിരുന്നു. ആ ജാഥയിൽ സ്ഥിരാംഗമൊന്നും ആയിരുന്നില്ല ഞാൻ. പക്ഷേ അദ്ദേഹം ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം മുഴുവൻ സമയവും ആ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി വേദികളിൽ പങ്കിടാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നേരം എല്ലാം അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങൾ, പണ്ട് അദ്ദേഹം അടൂരിൽ ആദ്യം MLA ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യം സ്ഥാനാർത്ഥിത്വം കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന് വേണ്ടി സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞ ഒരു വ്യക്തിയാണ്. 1964 ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന് വേണ്ടി കിട്ടിയ സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞു കൊടുത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരൊക്കെ ഈ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ചെല്ലുമ്പോൾ ഈ അനുഭവം അദ്ദേഹം പറയും. എനിക്ക് സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡ് തന്നതാണ്, പക്ഷേ എൻ്റെ ഗുരുനാഥന് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞില്ല, ഗുരുനാഥൻ പറഞ്ഞില്ല, പക്ഷേ ഞാനത് സ്വയം മനസ്സിലാക്കിയപ്പോൾ ഞാനത് സ്വയം അറിഞ്ഞുകൊണ്ട് ഞാൻ പിന്മാറി അദ്ദേഹത്തിന് മത്സരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു കൊടുത്ത ഒരാളാണ്. ആ ഒരു മനോഭാവമാണ് ചെറുപ്പക്കാർക്ക് വേണ്ടതെന്ന് അദ്ദേഹം ആ യാത്രയിൽ പല സന്ദർഭങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ദിരാഭവനിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വരുമ്പോൾ ഒരടുക്കും ചിട്ടയും അതുപോലെ ഒരു നേതാവ് ഒരു ഓഫീസിനകത്ത് അദ്ദേഹം പുലർത്തേണ്ട തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റേതായ ഒരു പ്രത്യേകത, ഒരു തെന്നല സാറിൻ്റെ ഒരു ടച്ച്
അദ്ദേഹം KPCC ഓഫീസിലുണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്നു. വളരെ ശാന്തവും സൗമ്യവുമായിട്ടാണ് അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയതെങ്കിലും ശരി, അദ്ദേഹം പാർട്ടിക്ക് രാശിയുള്ള ഒരു പ്രസിഡൻ്റായിരുന്നു. ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും പാർട്ടി ജയിക്കത്തക്ക രീതിയിൽ നേതൃത്വം കൊടുത്ത രാശിയുള്ള ഒരു പ്രസിഡൻ്റായിരുന്നു. അതേപോലെ തന്നെ ആദർശത്തിൻ്റെ ഏറ്റവും ജ്വലിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൽ എടുത്തു കാണിക്കാവുന്ന ഒരു മുഖമായിരുന്നു. എന്തായാലും തെന്നല ബാലകൃഷ്ണ പിള്ളയെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളാണ് ഈ പ്രവർത്തകർക്കിടയിൽ എല്ലാം തന്നെയുള്ളത്. KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഒരു തെന്നല എഫക്റ്റ് ഈ KPCCയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നേതാക്കളെല്ലാവരും തന്നെ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. നിരവധി പ്രമുഖ നേതാക്കളെല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ശരീരം നിലവിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും ഇങ്ങോട്ട് KPCCയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. എന്തായാലും നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് അദ്ദേഹത്തെ അവസാനമായ ഒരു നോക്ക് കാണുവാനായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.